എന്തെങ്കിലും പരിമിതികൾ നിലവിൽ നേരിടുന്നുണ്ടോ? ഒരു പരിമിതിയില്ല, വളരെ കോർഡിനേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. വയനാട് ദുരന്തമുഖത്ത് കണ്ട കാഴ്ചകൾ. 2 ദിവസം അവിടെ ഡ്യൂട്ടിയിൽ ഞാനുമുണ്ടായിരുന്നു. ഏതൊരു അപകടം നടക്കുന്ന സ്ഥലത്തും ആദ്യം ഓടിയെത്തുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകളാണ്. സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചോ അപകട സാധ്യതകളെക്കുറിച്ചോ അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ തന്നെ അവർ ഓടിയെത്തും. 101 വിളിക്കുന്ന ഏതൊരാൾക്കും ഒരു പ്രതീക്ഷയുണ്ടാവും, അവർ ഓടിയെത്തുമെന്ന്. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാതെ അവർ ഓടിയെത്തിയിട്ട് തന്നെയുണ്ടാവും. വയനാട്ടിലും ആദ്യം ഓടിയെത്തിയത് ഇവർ തന്നെയാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും അവരുടെ കയ്യിൽ കരുതിയിട്ടുള്ള ഉപകരണങ്ങളും കയ്യിൽ കിട്ടുന്ന ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയാണ്. ഓടിയെത്തിയ ഇവരും നാട്ടുകാരും കണ്ടത് മറുകര കടക്കാനുള്ള പാലം പൂർണ്ണമായും ഈ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയ അവസ്ഥയാണ്. ഉടനെ തന്നെ മറുകര കടക്കുന്നതിന് വേണ്ടിയുള്ള സിപ്പ് ലൈൻ പാലം ഫയർഫോഴ്സ് നിർമ്മിച്ചു. അതിലൂടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു. ഇതിലൂടെ വാഹനമോ യന്ത്രസാമഗ്രികളോ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഇത്തരം സാധനങ്ങളൊന്നുമില്ലാതെ ഈ ദുരന്തമുഖത്ത് പ്രവർത്തനം നടക്കുകയുമില്ല എന്നറിയാമായിരുന്നു. എന്നിരുന്നാലും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവിടെ പ്രവർത്തനം എത്തിക്കുന്നതിന് ഫയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വളരെയേറെ ശ്രമകരമായ ജോലി തന്നെ ഏറ്റെടുത്തു. പിന്നീട് ആയിരക്കണക്കിന് ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതിനും അവരുടെ സാന്ത്വനത്തിനും ഇവർ കാണിച്ച ആത്മാർത്ഥത ഒന്ന് വേറെ തന്നെയാണ്. ആ ദുരന്തത്തിൻ്റെ ആഘാതം എത്ര വലുതാണെന്ന് അവിടെ സന്ദർശിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. ഒരു പ്രദേശം മുഴുവൻ ചെളിയിലും മണ്ണിലും വലിയ പാറക്കൂട്ടങ്ങൾക്കും അടിയിൽ പെട്ടുകണ്ട് കിടക്കുന്ന ഒരു കാഴ്ച ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം മരവിപ്പിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കുത്തൊഴുക്കിൽ മറുകര കടക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ശുഷ്കാന്തി എന്ന് കാണേണ്ടത് തന്നെ. പൊട്ടിച്ചിതറിക്കിടക്കുന്ന കൽക്കൂമ്പാരങ്ങൾക്കടിയിലും വീടുകളും മറ്റു സ്ഥാപനങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്നതിൻ്റെയും മൺകൂണുകളുടെയും അടിയിൽ പെട്ടുകിടക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് ഏറെ ശ്രമകരമായ ജോലിയാണെന്ന് തിരിച്ചറിവുണ്ടായി. അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു പിന്നെ ഓരോ നിമിഷവും. ഇതെല്ലാം നമ്മളുടെ കേരളത്തിലല്ലാതെ മറ്റെവിടെ കാണാൻ? കയ്യും മെയ്യും മറന്ന് ആയിരക്കണക്കിന് സന്നദ്ധ ഭടന്മാരാണ് ഇവിടെ അണിനിരന്നത്. അതിർത്തികൾ കടന്ന് ഇതര ജില്ലകളിൽ നിന്നും എത്തിയവരും സംസ്ഥാനത്തിനപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുമായിട്ട് ഒരുപാട് ആൾക്കാരെ ഇവിടെ കാണാൻ കഴിയും. നേരം എടുത്തിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ നാടേ അല്ല അതങ്ങനെയായിട്ട് ഞങ്ങളെ കൂടെ ഉള്ളവരെല്ലാം ആരുമില്ല. ഞങ്ങളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നത്. ഞങ്ങളെ നാടേ അല്ല അതങ്ങനെയായിട്ട് ഞങ്ങളെ കൂടെ ഉള്ളവരെല്ലാം ആരുമില്ല. ഞങ്ങളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടുണ്ടെന്ന്